ജിജി. ഇതെൻ്റെ ഹസ്ബൻഡ് ലിനു. ഇത് ഞങ്ങളുടെ മോൾ അനുഗ്രഹ. ഞങ്ങൾ ചമ്പക്കുളത്തുനിന്ന് വരുന്നു. ഞങ്ങൾ സെന്റ് ആന്റണീസ് ചർച്ചിലെ ഇടവകങ്ങളാണ്. മോക്ക് അനുഗ്രഹ എന്ന് പേരിടാൻ തന്നെ കാരണം മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കുണ്ടായ മകളാണിത്. ഞങ്ങൾക്ക് 9 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങൾക്ക് 3 തവണ പ്രഗ്നൻ്റ് ആവുകയും ഫ്ലൂയിഡ് ലീക്കായി അത് അബോർഷൻ ആവുകയും ചെയ്തു. അതിനുശേഷം 2023 ഞാൻ ഉടമ്പടി അതിനു മുമ്പ് ഓൺലൈനിൽ എടുത്തിരുന്നു. 2003 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഫെബ്രുവരി 2025 ഫെബ്രുവരി 22-ാം തീയതി ഒരാരോഗ്യമുള്ള ഒരു മകളെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. പിന്നൊരു സാക്ഷ്യം എന്ന് പറയാൻ, ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ പ്രഗ്നൻസിയുടെ ഭാഗമായി ഞങ്ങൾക്ക് 2 പേർക്കും ജോലി ഉപേക്ഷിച്ച് ഗൾഫിൽ നിന്ന് വരേണ്ടതായിട്ട് വന്നു. അപ്പോൾ വീണ്ടും അബോർഷനായതിനു ശേഷം എൻ്റെ വിസ ഉള്ളതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റി. പക്ഷേ ഹസ്ബൻഡിൻ്റെ വിസ അന്നേരം ക്യാൻസൽ അടിച്ചാണ് ഹസ്ബൻഡ് വന്നത്. ഞാൻ തിരിച്ചു ചെന്നതിന് ശേഷം ഹസ്ബൻഡിന് വിസിറ്റിംഗ് വിസ എടുത്ത് ഹസ്ബൻഡിനെ അവിടെ കൊണ്ടുപോയി ജോലി നോക്കാമെന്നുള്ള രീതിയിൽ ഹസ്ബൻഡിനെ അവിടെ കൊണ്ടുപോയും. പക്ഷേ ഹസ്ബൻഡ് വന്ന ആഴ്ച തന്നെ അവിടുത്തെ നിയമം മാറുകയും വിസിറ്റിംഗ് വിസയ്ക്ക് വന്ന ആളുകൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നിയമം വരികയും ചെയ്തു. പക്ഷെ ഞങ്ങൾ ഉടമ്പടി മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഓഫർ ഹസ്ബൻഡിന് വരികയും ആ മുതലാളി നാട്ടിൽ പോയിട്ട് മുതലാളി വിസ അയച്ചു തരാമെന്നുള്ള എഗ്രിമെന്റിൽ ഹസ്ബൻഡിനെ തിരിച്ച് നാട്ടിലോട്ട് വിടുകയും ചെയ്തു. 1 മാസത്തിനുള്ളിൽ തന്നെ ആ കമ്പനി ഹസ്ബൻഡിന് വിസ നൽകി. ഹസ്ബൻഡും തിരിച്ച് ഗൾഫിലോട്ട് തന്നെ വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ടിടയായി. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ആര് തന്നെ സഹായം അഭ്യർത്ഥിച്ചാലും അത് പൈസയാണെങ്കിലും മറ്റേത് സഹായങ്ങളാണെങ്കിലും ഞങ്ങൾ ഒരു മടിയും കൂടാതെ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനാഥാലയങ്ങളിലാണെങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അനാഥാലയങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ നേർച്ച വസ്തുക്കളാണ്. ഞങ്ങളോട് പലരും IVF ചെയ്യണം എന്ന് നിങ്ങളുടെ പൈസ ഇല്ലേ, IVF ചെയ്തുകൂടെ, നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ളവരല്ലേ, നിങ്ങൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഡിലേ ചെയ്യുന്നതെന്ന് പലരും ഞങ്ങളോട് ചോദിച്ചു. പലരും അപമാനിച്ചിട്ട് വരെയുണ്ട് ഇത്ര നാളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തതിന്. പക്ഷേ ഞങ്ങൾ 2 പേരും ഉറച്ചു നിന്നു. IVF ഞങ്ങൾ ചെയ്യുകയില്ല. അഥവാ ഞങ്ങൾക്ക് ഒരു കുഞ്ഞു തരികയാണെങ്കിൽ അത് മാതാവിൻ്റെ ഒരു അത്ഭുതമായി തന്നെ പറയാൻ ഞങ്ങൾക്ക് ഇടവരുത്തും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഇവിടുത്തെ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും വിശുദ്ധ ഉപ്പും ഞങ്ങൾ ഡെയിലി ഉപയോഗിക്കാൻ തുടങ്ങി. എൻ്റെ അടിവയറ്റിൽ വിശുദ്ധ തൈലം പൂശി എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ 4ാമത് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഡോക്ടർ പറഞ്ഞു സെർവിക്കൽ സ്റ്റിച്ച് ഇടണമെന്ന്. അതിൻ്റെ ഫലമായി ഞങ്ങൾ വീണ്ടും ജോലി ഉപേക്ഷിച്ച് ഇവിടെ വരികയും ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ വിരലിൽ സൈത്ത് തരികയും അത് ഞാൻ എൻ്റെ അടിവയറ്റിൽ പുരട്ടുകയും ചെയ്തു. വെഞ്ചരിച്ച കാശുരൂപം നൽകുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഒരു കുഴപ്പവുമില്ലാതെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഇത്രയും അനുഗ്രഹം നൽകിയ ദിവ്യകുമാരനും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു.